കൊല്ലം ഓയൂരിലെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി ഫോളോ ചെയ്തിരുന്ന ഒരു ന്യൂസായിരുന്നു. ആ ന്യൂസ് 27/11/2023 4:45 വൈകുന്നേരം 4:45 ഓയൂരിൽ സംഭവിച്ച ഒരു വിഷയമാണ്. ഒരു തട്ടിക്കൊണ്ടുപോകൽ. ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് മുതൽ കേരളം മുഴുവൻ ഫോളോ ചെയ്തിരുന്ന ഒരു ന്യൂസായിരുന്നു ഇത്. ഒരുപാട് ആളുകൾ TV ഫുൾ സമയം ഓണായി വെച്ച് ആ വാർത്തകൾ ഫോളോ ചെയ്ത് കണ്ടിരുന്നവരാണ്. കാരണം കേരളം അത്രത്തോളം ആകാംക്ഷയോടുകൂടി അടുത്ത കാലത്ത് ശ്രദ്ധിച്ച മറ്റൊരു ന്യൂസ് ഇല്ലായിരുന്നു. ദിവസങ്ങളോളം അത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. പ്രിൻ്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു. തുടർച്ചയായുള്ള വാർത്തകൾ, ഫീച്ചറുകൾ, ഇതിനെ സംബന്ധിച്ച പല ഗോസിപ്പ് ന്യൂസുകൾ, ഇങ്ങനെ പലതും നമ്മൾ കേട്ടിരുന്നു. യൂട്യൂബിൽ തന്നെ ഇത് ഒരു ചാകരയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബിലെ പല യൂട്യൂബേഴ്സും ഈ വാർത്തയെ ഫോളോ ചെയ്ത് പല റിപ്പോർട്ടുകളും പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പിന്നീട് വിഷയങ്ങൾ മാറുകയും പുതിയ വിഷയങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് അനശ്രൂതം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ വാർത്തയും ഈ വാർത്തയെ സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിഷയങ്ങളും. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ കഴിഞ്ഞ 3 ആഴ്ചകളായി ഈ ന്യൂസ് നമ്മുടെ പ്രിൻ്റ് മീഡിയയിലൊന്നും ഇല്ല. വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയയുടെ ഭാഗമായിട്ടുള്ള വിഷ്വൽ മീഡിയാസിലും ഇത് ഇപ്പോൾ ഒരു വാർത്ത അല്ല. ചില യൂട്യൂബ് ചാനലുകൾ മാത്രം ഇത് ഇടയ്ക്കിടെ ചില കാര്യങ്ങൾ പുതിയ വാർത്ത എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ആരും കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ പരിണാമഗുപ്തി എന്താണ് എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാ സംഭവങ്ങളും, ഏത് ക്രിമിനൽ സ്വഭാവമുള്ള സംഭവങ്ങളും ഉണ്ടായാലും അതിനുള്ള ആയുസ് കുറച്ച് കാലമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആളുകൾക്ക് അത് അറിയാനുള്ള ആസക്തി കുറയും. അതിൻ്റെ ഒരു ഏകദേശം ഒരു ഡെഡ് എൻഡിലേക്കൊരു വിഷയം വന്നെത്തി നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പലരും ആ വിഷയം ഫോളോ ചെയ്യുകയില്ല. നമുക്ക് പിന്നീട് എന്തായി, ആ കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും നമുക്ക് ഇനി അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ആകാംക്ഷയുള്ളത്. ഇല്ലെങ്കിൽ പുതിയ വാർത്തകൾ വരണം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് 2 തലങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആദ്യത്തെ ആകാംക്ഷ, തട്ടിക്കൊണ്ടുപോയ കുട്ടി എവിടെ, കുട്ടിയെ കണ്ടെത്തുന്നത് വരെയുള്ള ആകാംക്ഷയായിരുന്നു ആദ്യ ഭാഗം. എന്നിട്ട് കൊല്ലം ആശ്രാമം മൈതാനത്ത് അടുത്ത ദിവസം കുട്ടിയെ തിരിച്ചെത്തിച്ചു എന്ന വാർത്ത വന്നതോടുകൂടി അത് ഒരു ആശ്വാസമായി എല്ലാവരും കണ്ടു. കുട്ടിയെ തിരിച്ച് കിട്ടിയല്ലോ ദൈവമേ എന്ന് ആശ്വസിച്ചവരായിരുന്നു കേരളീയരായ മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ ഈ വാർത്ത ഫോളോ ചെയ്ത മുഴുവൻ ആളുകളും. കുട്ടിയെ കിട്ടി, ഒരു ആപത്തും ഇല്ലാതെ കുട്ടിയെ തിരിച്ച് കിട്ടി എന്നുള്ളതാണ്. അതുവരെ നമ്മുടെ പോലീസിന് ഇതിനകത്ത്, പോലീസ് രാത്രിയും പകലുമൊക്കെ ധാരാളം പെട്രോളിങ്ങൊക്കെ നടത്തി പല വാഹനങ്ങളും പോലീസ് പരിശോധിച്ചിട്ടു. സ്വിഫ്റ്റ് വെള്ള കാറിനെ ആയിരുന്നു പോലീസ് ആദ്യം ലക്ഷ്യം വെച്ചത്. അതാണ് എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ആ കുട്ടി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതൊരു വെള്ളക്കാറാണെന്നും ഏകദേശം സ്വിഫ്റ്റ് കാറാണെന്നും ഒക്കെ കൊടുത്ത ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കാറ് പരിശോധന പോലീസ് ആരംഭിച്ചത്. പലയിടത്തും പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് ആശ്രാമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തിയതോടുകൂടി 1ാം ഭാഗം കഴിയുന്നു. അതായത് ഒരു സിനിമയുടെ ആദ്യ ഭാഗം കഴിയും എന്ന് നമ്മൾ പറയുമല്ലോ, ആദ്യത്തെ ഇൻ്റർവെൽ ആയി. തുടർന്ന് ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള പരിശോധനകൾ ആരംഭിച്ചു. രേഖാചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പല കാര്യങ്ങളും മുമ്പോട്ട് പോയത്. കുട്ടി പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം തയ്യാറാക്കിയ 2 ദമ്പതിമാരുണ്ടായിരുന്നു. അവർ രേഖാചിത്രം തയ്യാറാക്കി. അതുപോലെ ഫോൺ ചെയ്യാൻ വേണ്ടി വന്ന ഒരു കടയിലെ സ്ത്രീ, ഇവർ ഈ മോചനദ്രവ്യം 10 ലക്ഷം രൂപ ചോദിക്കുന്നതിന് വേണ്ടി അവരുടെ മൊബൈൽ അവർ കൊണ്ടുവന്നിരുന്നില്ല, അതായത് പ്രതികൾ കൊണ്ടുവന്നിരുന്നില്ല, വീട്ടിൽ വെച്ചിട്ടാണ് ഈ കൃത്യത്തിന് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അവർ
അവരുടെ മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഒരു കടയിൽ പോയി ആ സ്ത്രീയുടെ മൊബൈൽ വാങ്ങി സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയാണ് ആ കടയിൽ എത്തിയത്. മൊബൈൽ വാങ്ങിയിട്ട് മാറി നിന്ന് ആ സ്ത്രീ കേൾക്കാതെ അല്പം അകലെ മാറി നിന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് 10 ലക്ഷം രൂപ ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ പറഞ്ഞ വിവരങ്ങളും കുട്ടികൾ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തയ്യാറാക്കിയ 2ാമത്തെയോ 3ാമത്തെയോ രേഖാചിത്രത്തിൻ്റെ ഒരു ബലത്തിൽ പോലീസ് മുന്നോട്ട് പോവുകയും തുടർന്ന് ഇവരെ തെങ്കാശിക്ക് സമീപം വെച്ച് ഈ പ്രതികളായ 3 പേരെയും അച്ഛൻ, അമ്മ, മകൾ ഈ 3 പേരെയും പിടികൂടുകയും ചെയ്തു. പത്മകുമാരും അനിതയും പ്രധാനപ്പെട്ട ആളുകളാണ്, ഭാര്യയും ഭർത്താവുമാണ്. അനുപമ മകളുമാണ്. ഇവരെ പിടികൂടിയതിനെ തുടർന്ന് ഒരുപാട് സംഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും അനുബന്ധ കഥകളായി പുറത്ത് വരാൻ തുടങ്ങി. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം ഇതായിരുന്നു: 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുടുംബം ഇതുപോലെ ഒരു സാഹസം ചെയ്യുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ദുർബലമായി പോയില്ലേ എന്ന് പലരും സംശയിച്ചു. പട്ടാപ്പകൽ കാറിൽ കയറി ഒരു അച്ഛനും അമ്മയും മകളും കൂടി പോയി ഒരു കുട്ടിയെ കാറിനകത്തേക്ക് വലിച്ചു കയറ്റുന്നു. കുട്ടിയുടെ ഒപ്പമുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു കടലാസ് തുണ്ട് കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറയുന്നു. കുട്ടി വാങ്ങുന്നില്ല. ഒടുവിൽ കിട്ടിയ ഒരു കുട്ടിയെയും കൊണ്ട് അവർ പോവുകയാണ് ചെയ്തത്. തുടർന്ന് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയതാകാം നമ്പർ, ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പർ അങ്ങനെ കിട്ടിയതാകാം. ആ നമ്പർ ഉപയോഗിച്ചാണ് അവർ മറ്റൊരു സ്ഥലത്ത് നിന്നും അമ്മയെ വിളിച്ച് 10 ലക്ഷം രൂപ ചോദിച്ചത്. എന്തു വന്നാലും കുട്ടിയെ തിരിച്ചു കിട്ടി, പ്രതികളെയും തിരിച്ചു കിട്ടി. ഇനി ഇതിൻ്റെ നാൾവഴികളിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഇനി ഇത് ഒരു ക്രിമിനൽ കേസായി വളരുന്നതും അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയായിരിക്കുമെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. യഥാർത്ഥത്തിൽ ഇനി ശരിക്കും പോലീസിന് കുറ്റപത്രം കൊടുക്കാം എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പുതിയ കാര്യങ്ങളിലേക്കൊന്നും വലുതായി പോയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പല റിപ്പോർട്ടുകളും യഥാർത്ഥത്തിൽ പോലീസ് പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലരും ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവും നൽകുന്നില്ല. ഈ ഫോൺ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ കൊടുത്ത കഴുതയുടെ സ്ത്രീ പിന്നീട് ഒരിക്കലും ഒരു മീഡിയാസിൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ, കുട്ടി ഒക്കെ തന്നെ പിന്നീടും മീഡിയകളുടെ മുമ്പിൽ വന്നിട്ടില്ല. അതുപോലെ മീഡിയയുടെ മുമ്പിൽ വരാത്ത ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അവർ കൂടുതൽ വിവരങ്ങൾ പറയാത്തത്? ആകെ മീഡിയാസിൻ്റെ മുൻപിൽ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ ചില വ്യക്തികളുണ്ട്. ഒന്ന്, ആ പ്രതികളുടെ സഹായിയായി ഉണ്ടായിരുന്ന, അവർക്ക് ഒരു വലിയൊരു പറമ്പുണ്ടായിരുന്നു. ആ പറമ്പ് നോക്കുന്നതിന് വേണ്ടി, പശുക്കളെയും മറ്റും നോക്കുന്നതിന് വേണ്ടി അവർ നിയോഗിച്ചിരുന്ന ഒരു സ്ത്രീ ആദ്യഘട്ടത്തിലൊക്കെ പലതും പറഞ്ഞു. പിന്നീട് അവരും മീഡിയാസിൽ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇദ്ദേഹം കടം ചോദിച്ചതായി പറയുന്ന ചില വ്യക്തികൾ ചില സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞു, പിന്നീട് അവരും വരാതായി. ഇങ്ങനെ പലരും വരാതായപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സസ്പെൻസ് കുറഞ്ഞു വന്നു. അങ്ങനെയാണ് പലപ്പോഴും ഈ ന്യൂസ് വാല്യൂ ഇതിന് തീരെ കുറഞ്ഞ് ഇപ്പം പൂർണ്ണമായും അപ്രത്യക്ഷമായത്. മുൻ പേജിൽ ആദ്യം വരും, പിന്നീട് മിഡിൽ പേജിൽ, പിന്നെ അടുത്ത ഇന്നർ പേജുകളിലേക്ക് വരും. പിന്നീട് അത് ചുരുങ്ങി ഒരു ബോക്സ് ന്യൂസായി മാറി ഒടുവിൽ അത് അപ്രത്യക്ഷമാവുന്നതാണ് ഒരു ജേർണലിസത്തിൽ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു രീതി. അപ്പോൾ ഈ സംഭവം, ഓയൂർ സംഭവം ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇതിനകത്ത് യഥാർത്ഥത്തിൽ പ്രതികളെ പിടിച്ചു കഴിഞ്ഞു, പ്രതികൾ കുറ്റം ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇതിൽ വിക്ടിം ആയ കുട്ടി തീർച്ചയായും ഇതാണ് എന്നെ കൊണ്ടുപോയ, കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ഈ ആളുകൾ തന്നെയാണ്, എന്നെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത് ഇവർ തന്നെയാണ്, ഈ വീട്ടിലാണ് എന്നെ രാത്രി പാർപ്പിച്ചത്, എന്നെ ആശ്രമം മൈതാനത്ത് കൊണ്ടാക്കിയത് ഈ സ്ത്രീ തന്നെയാണ്, എനിക്ക് ഭക്ഷണം തന്നത് ഇവർ തന്നെയാണ്, എനിക്ക് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ തന്നത് ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാൻ തന്നത് ഇവർ തന്നെയാണ്. എല്ലാം വിക്ടിമായ കുട്ടി എണ്ണി പറഞ്ഞ് മൊഴി കൊടുത്തിട്ടുണ്ട്. കുട്ടി മനസ്സ്
എപ്പോഴും നിഷ്കളങ്കമായിരിക്കും. ആ കുട്ടിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല ആ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ അനുഭവിച്ച കാര്യങ്ങൾ ആ കുട്ടി തീർത്തും പറഞ്ഞു. അപ്പോൾ ഉറപ്പായ ഒരു കാര്യം ഇവർ തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത്. ഇനി പലരുടെയും സംശയം എന്ന് പറഞ്ഞത് ഈ കുറ്റത്തിൻ്റെ ഉദ്ദേശശുദ്ധി, ഇതിൻ്റെ റിയൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ തന്നെയാണോ എന്നുള്ളതാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യം തന്നെയാണോ എന്ന് കൂടുതലായി അന്വേഷിച്ച് തെളിയിക്കേണ്ട കാര്യം ഇല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഇവിടെ കുറ്റം എന്നുള്ളത് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കുറ്റം എന്താണ്? കിഡ്നാപ്പിംഗ്, തട്ടിക്കൊണ്ടു പോവുക, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുക, ആ ഇളയ മൂത്ത കുട്ടിയെ, ആൺകുട്ടിയെ പിന്നെ തള്ളിയിട്ട് അതിനെ പരിക്കേൽപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയ പിന്നെ ദുരുദ്ദേശത്തോടു കൂടി ഈ കുട്ടിയെ തടവിൽ പാർപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വന്നു. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കുറ്റം യഥാർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു പോലീസിൻ്റെ അന്വേഷണത്തിൽ. ഇനി അത് തീർച്ചയായിട്ടും അതിൻ്റെ അവസാന തീർപ്പെന്ന് പറയുന്നത് കോടതിയാണ്. ഇവിടെ കോടതിയിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിക്ക ക്രൈമുകളുടെയും പിന്നിൽ വരുന്നത് പോലീസിനോട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കില്ല സാക്ഷികളും അതുപോലെ പ്രതികളും കോടതിയിൽ പറയാൻ സാധ്യത. അവർ പറയും പോലീസ് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയും. സാക്ഷികൾ അങ്ങനെ പറഞ്ഞാണ്, ഞാനിത് പറഞ്ഞിട്ടില്ല, എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്, ഇല്ലെങ്കിൽ ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല എന്ന് മൊഴി മാറ്റി പറഞ്ഞ് സാക്ഷികൾ കൂറുമാറി എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ അവസ്ഥ പലപ്പോഴും പല ക്രൈമിൻ്റെയും പിന്നിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഈ പറഞ്ഞ സാക്ഷിമൊഴികൾ മാറ്റിപ്പറയാതെ പൂർണ്ണമായും അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യാൻ ഒരു സാക്ഷി ഉണ്ടാവുകയാണെങ്കിൽ ആ കേസ് ജയിച്ചു എന്ന് നമുക്ക് പറയാം. ഞാൻ കണ്ടു ഈ സമയം തിരിച്ചും മറിച്ചും പ്രോസിക്യൂഷനും അതുപോലെ പ്രതിഭാഗം അഡ്വക്കേറ്റും ഒക്കെ എങ്ങനെ ക്രോസ് ചെയ്താലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെ നിൽക്കുന്ന സാക്ഷികളാണ് പലപ്പോഴും ഒരു കേസിനെ ജയിപ്പിക്കുന്നത്. മറിച്ച് പറയുന്ന ആളുകളും ഉണ്ട് പലപ്പോഴും. അതിൽ എത്രയോ കേസുകളുണ്ട്. ഇനി തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ അത്തരം ആളുകളെക്കുറിച്ചും അത്തരം കേസുകളെക്കുറിച്ചും A+Tube നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളമല്ല പല തെളിവുകളും പോലീസിന് വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പിന്നെ സ്ത്രീ അനിതകുമാരി, അതായത് പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരി ഫോൺ പലചരക്ക് കടയിലെ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങി ഫോണിലൂടെ സ്വന്തം ശബ്ദത്തിൽ തന്നെയാണ് ഈ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വിക്ടിമിൻ്റെ അമ്മയെ വിളിച്ചത്. അവരുടെ ശബ്ദം ശരിക്കും പരിശോധനയിൽ അവരുടെ ശബ്ദമാണെന്ന് ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ക്രിമിനൽ കുറ്റം നടത്തുന്നതിന് വേണ്ടി ചില കുട്ടികളുടെ രേഖാചിത്രങ്ങളൊക്കെ നോട്ട് ബുക്കിൽ 9 നോട്ട് ബുക്കിൽ തയ്യാറാക്കി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയതും അതുപോലെ അനുപമ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതുമായ കാര്യങ്ങൾ. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. എന്തിനാണ് ഈ രേഖാചിത്രം തയ്യാറാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കുട്ടിയെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ മൊബൈലിൽ എടുക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ. പലവട്ടം ഇവർ കുട്ടികൾക്ക് വേണ്ടി കറങ്ങി നടന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് താല്പര്യം തോന്നിയ തട്ടിക്കൊണ്ടുപോകണമെന്ന് ഉദ്ദേശം തോന്നിയ കുട്ടികളുടെ ഫോട്ടോ മൊബൈലിൽ എടുക്കാം എന്നേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് ഇത് വരച്ചു ചേർത്തത്? അഥവാ ഇനി മൊബൈലിൽ എടുത്തിട്ട് അത് നോക്കി ഈ ചിത്രം വരച്ചിട്ട് ആ മൊബൈലിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകുമോ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി? അതെല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഏകദേശ ധാരണയിൽ എത്തിയതുകൊണ്ട് അവരുടെ കാറ് കണ്ടെത്തി. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇവർ പലവട്ടം നശിപ്പിച്ചതിൻ്റെ കിട്ടി. കുട്ടിയുടെ സ്കൂൾ ബാഗ് കത്തിച്ച് കളഞ്ഞതിൻ്റെ തെളിവ് പോലീസിന് കിട്ടി. അതുപോലെ ഈ രേഖാചിത്രം കിട്ടി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവ സ്ഥലങ്ങൾ എല്ലാം പ്രതിയെയും കൊണ്ടുപോയി അവിടെ പ്രതികളെയും കൊണ്ടുപോയി അതെല്ലാം പരിശോധിച്ചിട്ട് അതെല്ലാം ഉറപ്പ് വരുത്തുകയും ചെയ്തു. മറ്റൊരു കാര്യം പോലീസ് കോടതിയിൽ പറയുന്നതിൻ്റെ ഒരു കാര്യം, ഇവർ സാമ്പത്തിക ക്ലേശത്തിലായിരുന്നു, ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യമായി 10 ലക്ഷം രൂപ വേണ്ടി വന്നതുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്തത്. ഇവരുടെ ഉദ്ദേശം
പണം തന്നെയായിരുന്നു എന്ന് പോലീസ് തെളിയിക്കുന്നതിന് ആസ്പദമായ ചില കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ ഓൺലൈൻ വഴിയുള്ള ഇവരെ ഇടപാടുകളുടെ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ ചിലപ്പോൾ 10 ലക്ഷം രൂപ ഇവർക്ക് എന്ത് ആവശ്യമാണ് എന്ന് ഇവർ മിക്കവാറും ഈ പ്രതികൾ തന്നെ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നു എന്ന് അവർ തന്നെയാണ് അത് തെളിയിക്കേണ്ടത്. പ്രൂഫ് ഓഫ് ബർഡൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് വരും. അങ്ങനെ വരുമ്പോൾ അവർ തന്നെയാണ് അത് തെളിയിക്കാനുള്ളത്. എന്തായാലും മെൻസ്രിയ എന്ന് പറയുന്നത്, അതായത് ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ പോലീസിന് പല ഭാഗങ്ങളിലായി കുറ്റപത്രത്തിൽ പറയാൻ കഴിയുന്നതുകൊണ്ട് അതിൽ ഒന്ന്, ഈ അനുപമ എന്ന് പറയുന്ന ഇവരുടെ മകൾ യഥാർത്ഥത്തിൽ അതിന് യൂട്യൂബിൽ നിന്നും അതിൻ്റെ മോണിറ്റൈസേഷൻ റദ്ദാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ചില ഫൗൾ പ്ലേ ആണ്. ഫൗൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില വീഡിയോസിൻ്റെ ക്ലിപ്പുകൾ എടുത്തു മാറ്റി സ്വന്തം വീഡിയോയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് യൂട്യൂബ് കണ്ടെത്തിയ കാര്യം. അത് സംബന്ധിച്ച് വേറൊരു എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്താണ് അനുപമ ചെയ്തത് എന്നും അത് എങ്ങനെ യൂട്യൂബ് മോണിറ്റൈസേഷൻ റദ്ദാക്കുന്നതിന് ഇടവരുത്തി എന്നുള്ള കാര്യവും മറ്റൊരു എപ്പിസോഡിൽ പറയാം എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് തരത്തിൽ ആയാലും പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ തക്കതായ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം ഉണ്ടാകും. ഇവർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെയും ഈ വീട്ടു തടങ്കലിൽ തന്നെ, തടങ്കൽ എന്ന് പറഞ്ഞില്ലെങ്കിലും അവരെന്തായാലും കുട്ടിയെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ലല്ലോ, സ്വന്തം നിലയിൽ കുട്ടിയെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ലല്ലോ. അങ്ങനെ ആവുമ്പോൾ ആ കൃത്യത്തിൻ്റെയും അതുപോലെ ഈ 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിൻ്റെയും ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയതിൻ്റെയും ഒക്കെ കുറ്റകൃത്യങ്ങൾ ഇവരുടെ മേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ 10 ലക്ഷം രൂപയ്ക്ക് അല്ല, നേരെ മറിച്ച് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മറ്റ് ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ, അതായത് അവയവ കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടിയായോ അല്ലെങ്കിൽ അത്തരം മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തിൻ്റെ പേരിലായാലും അങ്ങനെയൊക്കെ ആണോ എന്ന് കൂടി തെളിയിക്കാൻ പോലീസിന് വേണമെങ്കിൽ സമർത്ഥമായ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണ ത്വര ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നതായി വാർത്തകളിൽ ഒന്നും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ നടന്ന ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇപ്പോൾ കോടതിയിലേക്ക് കേസ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെൻസ്രിയ എന്ന് പറയുന്നത് ക്രിമിനൽ മൈൻഡ് എങ്ങനെ ഉണ്ടാകും, അത് കോടതി എങ്ങനെയാണ് മെൻസ്രിയ എന്ന് പറയുന്ന ഭാഗമൊന്നും IPCയിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കുക. അതൊരു ശരിക്കും ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ധാരണയാണ് മെൻസ്രിയ എന്ന് പറയുക. അതായത് ഒരു ക്രിമിനൽ മൈൻഡ് അതെങ്ങനെ ഉണ്ടാവുന്നു ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള വിഷയങ്ങളും, അതുപോലെ അനുപമ എന്ന് പറയുന്ന കുട്ടി യൂട്യൂബിൽ നിന്നും ഡീമോണിറ്റൈസ്ഡ് ആയതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നും ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇടവിട്ട് ഇത്തരം വിഷയങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. നന്ദി.